ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പിലാട്ടോ. വേളാങ്കണ്ണി വരെയാണ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 12 ആയിരുന്നു ട്രെയിൻ ടൈം. ഞങ്ങൾ കറക്റ്റ് ഒരു 11 മണിയോട് കൂടി തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി. ട്രെയിനാണെങ്കിൽ അധികം പോസ്റ്റൊന്നും തന്നില്ല, പെട്ടെന്ന് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാഗപ്പട്ടണത്തായിരുന്നു സ്റ്റോപ്പ്. അവിടെ എത്താറായി. മോനാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ ഒരു വെസ്റ്റത്തെ എക്സ്പീരിയൻസ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ അവിടെ എത്താറായി. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പള്ളിയിൽ അവിടേക്ക് വന്നത്. അവിടെ പള്ളിയുടെ തൊട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ റൂം. ഇവിടുത്തെ ചൂട് കാരണം ഞങ്ങൾ നൈറ്റാണ് കൂടുതൽ പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് പൂമാലൊക്കെ വാങ്ങി മാതാവിന് സമർപ്പിച്ച് അടുത്ത പള്ളിക്ക് പോകാനായിട്ട് നിൽക്കുക. അടുത്ത പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് നമ്മൾ ആ പള്ളിയിലേക്ക് പോയി അവിടെ മുട്ടുമേലഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹം മാതാവ് സാധിച്ചു തരുമെന്നാട്ടോ പറയാം. അപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ പള്ളിയിൽ അവിടെ എത്തിയതും ഞാൻ മുട്ടുമേൽ എഴയാനായിട്ട് നിന്നു. എനിക്കാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് മാക്സിമം പറ്റണ പോലെ കഴിഞ്ഞു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ മുട്ടൊക്കെ പൊട്ടി തല കറങ്ങണമൊക്കെ പോലെ തോന്നി. അങ്ങനെ ഞാൻ അവിടെ വെച്ച് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. അതിലെനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഈ പള്ളിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചായിരുന്നു ഒരു ബാലന് ഈ വേളാങ്കണ്ണി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ട് അവിടുത്തെ കിണറ്റിലത്തെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മെഴുതിരിയൊക്കെ കത്തിച്ച് ചേട്ടനും ഞാനും പ്രാർത്ഥിച്ചു. ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ടയേർഡായിരുന്നു, കാരണം മോനെടുത്ത് നടക്കാൻ അവൻ്റെ കുഞ്ഞു ചേട്ടനും കുഞ്ഞു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. നെക്സ്റ്റ് ഞങ്ങളുടെ പ്ലാൻ ബീച്ചിലേക്ക് പോകാനായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കൊന്നും എന്തായാലും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നൈറ്റ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ബീച്ചിൽ പോയി. നമ്മുടെ ഇവിടുത്തെ മിനിമം ചാർജ് 30 അവരുടെ അവിടെ 100 ആട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഉണ്ണിയോളുടെ ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് റിട്ടേൺ ട്രെയിൻ കയറാനായിട്ട് നിന്നു. 5 o'clock ട്രെയിൻ ടൈം. എനിക്കാണെങ്കിൽ ട്രെയിൻ കയറുമ്പോഴേക്കും ട്രെയിനിൻ്റെ സൈഡ് സീറ്റാണ് ഞാൻ മിക്കത് നോക്കാം. ബസ്സിലായാലും ട്രെയിനിലായാലും എനിക്ക് മസ്റ്റായിട്ട് സൈഡ് സീറ്റ് കിട്ടണം കേട്ടോ. അങ്ങനെ എനിക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടി. ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് പോകാം കേട്ടോ. എനിക്കിങ്ങനെ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് പോകാനാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവിടെ ബുക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ട വന്നു. സന്ധ്യയായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നല്ല ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തൊരു ഭംഗിയല്ലേ ട്രെയിനിൻ്റെ സൈഡ് സീറ്റ് ഇരുന്ന് ഈ ടൈമിലൊക്കെ പോകാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.